നമുക്ക് തിയേറ്ററിനകത്ത് കയറി ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോഴും. ആ ഇരുട്ടും തിയേറ്റർ സ്ക്രീനിൽ വരുന്ന വെളിച്ചവും അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചിട്ടുണ്ട്, അട്രാക്ട് ചെയ്തിട്ടുണ്ട്. അത് പണ്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു നാടകം ചെയ്തിട്ടുണ്ട്. അത് ആ നാടകത്തിന്റെ പേര് വാതിൽ എന്നാണ്. ശ്രീ അനിൽ നടക്കാവ് സംവിധാനം ചെയ്തൊരു നാടകമാണ്. അപ്പം അതിന് എനിക്ക് ജില്ലയിൽ ബെസ്റ്റ് ആക്ടർ കിട്ടി. അതിൽ പീതാംബരൻ ആശാരി എന്നുള്ള ഒരു ആശാരിയുടെ കഥാപാത്രമാണ്. അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെയാണ് വലിയ വലിയ മൂവിയാണ്. എനിക്ക് തന്മാത്രയും ഭ്രമരൊക്കെയാണ് അങ്ങനെയൊക്കെ പറയാനാണെങ്കിൽ. അപ്പൊ അതിന്റെ അകത്ത് ഏത് ക്യാരക്ടർ ചൂസ് ചെയ്താണ്? തന്മാത്രയല്ലോ, ലാലേട്ടന്റെ രമേശ്. പിന്നെ പക്ഷെ അതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് വേറെ കാര്യം. എന്നെ ട്രോളൊന്നും ആൾക്കാർ. പണിയെടുക്കുക, നന്നായിട്ട് പണിയെടുക്കുക, പാഷൻ എന്താണോ അതിനു വേണ്ടി വർക്ക് ചെയ്യുക. ഈ പറയുന്ന പോലെ ഒപ്പോസ് ചെയ്യാനും അവരുടെ അഭിപ്രായങ്ങൾ പറയാനൊക്കെ കുറേ ആൾക്കാരുണ്ടാവും. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നമുക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്യുക. അറ്റ്ലീസ്റ്റ് നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാനെങ്കിലും പറ്റും. ഹായ് ഹലോ, വൈറ്റ് സ്വാൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സെലിബ്രിറ്റി ചാറ്റ് ഷോയിൽ നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് വളരെ യങ്ങും വൈബ്രന്റും എനർജറ്റിക്കുമായിട്ടുള്ള ഒരു യങ് പാഷനേറ്റ് ആക്ടർ, റൈറ്റർ, തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്. യെസ്, ഹിയർ വി ഹാവ് ഋഷികേഷ്. ഋഷികേഷ്, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. യെസ്, അപ്പോൾ ഋഷികേഷ്, അപ്പോൾ ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു ഋഷികേഷിനെ കുറിച്ച്. അപ്പോൾ ഒരു വൺ വേർഡിൽ പറയാൻ പറഞ്ഞ ആരായിരിക്കും ഋഷികേഷ് എന്നുള്ളത്? ആക്ടറാണ്, അഭിനയിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ആക്ടർ എന്നറിയപ്പെടാനാണ് എനിക്ക് ആഗ്രഹം. യെസ്, അപ്പോൾ ഈ ആക്ടർ എന്നുള്ളൊരു ജേർണി എങ്ങനെയായിരുന്നു? ആ ഒരു യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പണ്ട് മുതൽ എനിക്ക് സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ തിയേറ്ററിൽ അച്ഛനാണ് എന്നെ എപ്പോഴും സിനിമ കാണിക്കാനൊക്കെ പണ്ട് കൊണ്ടുപോവാ. ഈ ദേവദൂതനൊക്കെ എനിക്ക് തിയേറ്ററിൽ കണ്ട ഓർമ്മയൊക്കെ ഉണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ ചെറിയ കുട്ടിയാ. നമുക്ക് തിയേറ്ററിനകത്ത് കയറി ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോഴും. ആ ഇരുട്ടും തിയേറ്റർ സ്ക്രീനിൽ വരുന്ന വെളിച്ചവും അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചിട്ടുണ്ട്, അട്രാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പണ്ട് കണ്ടതിൽ വെച്ചപ്പോ ഏറ്റവും ഫേവറേറ്റ്, യെസ് ഇത് കണ്ടപ്പോഴാണ് എനിക്കും ഇങ്ങനെ അഭിനയിച്ചാൽ കൊള്ളാം എന്നുള്ള ഒരു ഫീൽ വന്നത് ഏത് മൂവി കണ്ടപ്പോഴാണ്? അങ്ങനെയല്ല, കുറെ മൂവീസ് കണ്ടിട്ടുണ്ട്, മാറി മാറി വരുന്ന കുറെ മൂവീസ് കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ തിയേറ്ററിൽ പോയി ഇങ്ങനെ ആ ഇരുട്ടിൽ ഇരിക്കുന്നതിനോട് ഭയങ്കര ഒരു ക്രേസ് തോന്നി. പിന്നെ അവര് ആൾക്കാരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിങ്ങനെ വണ്ടർ അടിച്ചിരിക്കുന്ന ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നി. അപ്പോൾ ഒരു പോയിന്റിൽ എനിക്കും തോന്നി എനിക്ക് ഇതുപോലെ ഒന്ന് സ്ക്രീനിൽ എന്നെയും കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ പണ്ട് മുതലേ പിന്നെ അഭിനയത്തോട് ഭയങ്കര ഒരു താല്പര്യം തോന്നി തുടങ്ങിയതിന് ശേഷം സ്കൂളുകളിൽ നാടകങ്ങളും സ്കിറ്റ്, മോണോ ആക്ട് ഇതൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോ ചെറുപ്പം തൊട്ടേ ഒരു കലാകാരനായിരുന്നു. ചെയ്തിട്ടുണ്ട്. സ്കൂളുകളിൽ നിന്ന് അതിനുള്ള അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതിനോടുള്ള ഇഷ്ടം കൂടി വന്നു. അപ്പൊ ആ ഒരു മെമ്മറിയിൽ ഏറ്റവും ബെസ്റ്റ് ഞാൻ ചെയ്തേക്കുന്ന ഒരു റോൾ എന്ന് തോന്നിയത് ഏതാണ് ആ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ? അത് പണ്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു നാടകം ചെയ്തിട്ടുണ്ട്. അത് ആ നാടകത്തിന്റെ പേര് വാതിൽ എന്നാണ്. ശ്രീ അനിൽ നടക്കാവ് സംവിധാനം ചെയ്തൊരു നാടകമാണ്. അപ്പൊ അതിന് എനിക്ക് ജില്ലയിൽ ബെസ്റ്റ് ആക്ടർ കിട്ടി. അതിൽ പീതാംബരൻ ആശാരി എന്നുള്ള ഒരു ആശാരിയുടെ കഥാപാത്രമാണ്. അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് അത്രയും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അത് ഭയങ്കര ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു. കൊള്ളാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ജേർണീനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് മൂവി ഏതായിരുന്നു? എന്റെ ഫസ്റ്റ് മൂവി ഡിജിറ്റൽ വില്ലേജ് ആണ്. കാസർഗോഡ് നിന്ന് തന്നെ ഷൂട്ട് ചെയ്തൊരു മൂവിയാണ്. 2021 അതിന്റെ ഷൂട്ട്. ഓക്കെ, അപ്പൊ ആ ആദ്യത്തെ മൊമെന്റ്, ഇത്രയും നാൾ ആഗ്രഹിച്ച് ആക്ടർ ആവണം എന്നുള്ള ഒരു പാഷൻ കൊണ്ട് നടന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് ആ ഒരു ക്യാമറയുടെ മുമ്പിൽ നിന്നപ്പോൾ ഉള്ള ഒരു ഫീൽ എങ്ങനെ ഉണ്ടായിരുന്നു? അതിപ്പോ എന്താ പറയാ, ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നോ? പക്ഷെ നമ്മള് ഇപ്പൊ സ്ക്രീനിൽ കാണുമ്പോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഒക്കെ വായിക്കുമ്പോ പോലും നമുക്ക് ഭയങ്കര ഒരു ഇത് നന്നായി ചെയ്യണം, അടിപൊളിയാക്കണം എന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് പോവുക. പക്ഷെ ആ ഒരു മൊമെന്റിൽ നിൽക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഭയങ്കര നെർവസ് ഒക്കെ ആവുകയൊക്കെ ചെയ്യും. പ്രത്യേകിച്ച് ഫസ്റ്റ് ഷോട്ട് എന്നൊക്കെ പറയുന്നത് ഓക്കെ ആവണം എന്നുള്ളൊരു, ഫസ്റ്റ് ഷോട്ട് എന്തായാലും ഓക്കെ ആക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ കാര്യം ആദ്യമായിട്ടാണ് എനിക്ക് ഫസ്റ്റ് പടത്തിൽ തന്നെ ലീഡായിട്ടാണ് എനിക്ക് കിട്ടിയത്. ഓഡിഷൻ ത്രൂ ലീഡായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ആ ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യണം. ഇപ്പോൾ ഡയറക്ടേഴ്സ് പറഞ്ഞു തന്ന കുറേ എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് വേണം അത് ചെയ്യാൻ. ഇപ്പോൾ ഗോകുലൻ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. അപ്പൊ അതിലുള്ള ഗോകുലനായിട്ട് തന്നെ ബിഹേവ് ചെയ്യണമല്ലോ നമ്മള്. അപ്പൊ അതിനൊരു തയ്യാറെടുപ്പുകൾ വേണം. ആ ഒരു മീറ്റർ കിട്ടണം. ഒരു പടം തുടങ്ങി ഒരു 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ട്രാക്കിലേക്ക് കയറിയത്. അപ്പൊ ആദ്യത്തെ ദിവസമൊക്കെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പക്ഷെ പതിയെ നമുക്ക് എന്തായാലും ചെയ്തെടുക്കണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ
ട്രാക്കിലേക്ക് കയറി. അപ്പൊ 2 ദിവസം കൊണ്ട് തന്നെ ഗൂഗിളിന്ന് കഥാപാത്രത്തിലേക്ക് ഋഷികേഷ് കംപ്ലീറ്റ്ലി ഒന്ന് ചേഞ്ച് ആയി കാണും അല്ലേ? അതെ അതെ. യെസ്. അപ്പോ കൂടുതൽ ആഗ്രഹം നമുക്ക് എല്ലാവർക്കും അറിയാം, വില്ലൻസും ഉണ്ടാവും ഒരു മൂവിയിലെ, നമ്മളുടെ നായകരും ഉണ്ടാവും. അപ്പൊ നായകനായിട്ട് അഭിനയിക്കാനാണോ അല്ലെങ്കിൽ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ വില്ലനായിട്ട് അഭിനയിക്കാനായിരിക്കോ സെലക്ട് ചെയ്യുന്നത്? ഞാൻ എന്തും ചെയ്യും. എന്തും ചെയ്യും. കാരണം ഒരു ആക്ടർ എന്ന രീതിയിൽ എന്നെ ഒന്ന് ഒരു ഞാൻ ലിമിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. യെസ്. എനിക്ക് എല്ലാ ക്യാരക്ടേഴ്സും എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. അത് വളരെ നല്ലൊരു തീരുമാനമാണല്ലേ? അതെ. യെസ്. ഇപ്പോ നമ്മള് എപ്പോഴും കാണുന്നത് സ്ക്രീനിന്റെ മുന്നിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് അല്ലെ? അപ്പോ ബാക്ക് സ്ക്രീനിൽ സംഭവിക്കുന്നതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്തേക്കുന്ന കാര്യം എന്തായിരിക്കും? ബാക്ക് സ്ക്രീനില് അതിപ്പോ അവിടെയുള്ള ഫൺ തന്നെയാണ്. അതിപ്പോ ഷോട്ട് എടുക്കുന്ന സമയത്തൊന്നുമല്ല, അതെല്ലാ സമയങ്ങളിലുള്ള തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇപ്പോ അങ്ങനെയുള്ള ചില തമാശകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും ഫണ്ണി ആയിട്ടുണ്ടായ ഒരു അനുഭവം എന്തായിരിക്കും? ഇപ്പൊ പരിവാർ ചെയ്യുന്ന സമയത്ത് ഒരു സംഭവം, ഒരു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ പേർ അതില് ആ കുട്ടി ആ സ്ക്രിപ്റ്റില് നമ്മളെ കോമ്പിനേഷൻ സീനാ നൈറ്റ്. അതായത് അവളുടെ അച്ഛൻ എന്നെ എന്തോ പറയുമ്പോ അത് അവൾക്ക് ഇഷ്ടപ്പെടില്ല. അച്ഛന്ന് അവൾ വിളിക്കും, ദേഷ്യത്തില് അച്ഛ എന്ന് വിളിക്കും. അതാണ് പറയേണ്ടത്. അപ്പൊ അതിന്റെ സ്ക്രിപ്റ്റിൽ അതിന്റെ ബ്രാക്കറ്റില് പിന്നെ ക്ലോസ് എന്നും കൂടെ ചെയ്തിട്ടുണ്ട്, അച്ഛ ക്ലോസ് എന്നും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്ലോസ് ചെയ്തത് ഷോർട്ട് ഡിവിഷനാ. പക്ഷെ ഇവള് ഷോർട്ടില് ക്ലോസ്. അത് ഭയങ്കര കോമഡി ആയിരുന്നു. അവിടെ എല്ലാരും ചിരിക്കുകയൊക്കെ ചെയ്തു. ഫസ്റ്റ് ആദ്യം ഞാനാണ് കേട്ടത്. അപ്പൊ ഞാൻ ഭയങ്കര ഇമോഷൻ പിടിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു, സങ്കടത്തിലൊക്കെ ഇരിക്കുന്ന സമയം. ആ സമയത്ത് ഇത് കേട്ടപ്പോ എനിക്ക് ചിരി വന്നുപോയി. അപ്പൊ എല്ലാരും ചിരിച്ചു. അത് നല്ലൊരു കോമഡി ആയിരുന്നു. അപ്പോ ഈ ഒരു സീൻ അത്യാവശ്യം ഒരു പെർഫെക്ഷൻ എത്തിക്കുമ്പോഴാണല്ലോ ഒരു സീൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോ ഈ ഒരു ഷൂട്ടിങ്ങിന്റെ ഒക്കെ ടൈമിൽ ഏകദേശം എത്ര ടേക്ക് വരെ മാക്സിമം പോയിട്ടുണ്ട് ഒരു പെർഫെക്റ്റ് ഷോട്ട് കിട്ടാനായിട്ട്? 3-4 ടേക്കുകളൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഈ എല്ലാവരും ഉള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ വരുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ തെറ്റിച്ചാൽ മതിയല്ലോ, എല്ലാവരുടെയും പോകും. അപ്പൊ അതെ, അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ ടെക്നിക്കൽ ഇഷ്യൂ വരും, ചിലപ്പോൾ ഓരോരാളിൽ നിന്ന് ചിലപ്പോൾ ടൈമിംഗ് ഒക്കെ മാറാം. അങ്ങനെ മാറുന്ന സമയത്തൊക്കെ കുറച്ച് അധികം പോയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഒരു ആക്ടറായിട്ടാണ് നമ്മളോടൊപ്പം ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആക്ടർ കരിയർ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഋഷികേഷ് എന്തിലേക്ക് തിരിയാനായിരിക്കും കൂടുതൽ ചാൻസ് ഉണ്ടാവുന്നത്? എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കാനും ഓരോ കഥകൾ പറയാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഒരു സ്റ്റോറി ടെല്ലറൊക്കെ ആണെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെ ചിലപ്പോൾ ഞാൻ ഒരു റേഡിയോ ജോക്കി ആവുമായിരിക്കും, അല്ലെങ്കിൽ ഈ ട്രാവൽ ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടം. ചിലപ്പോൾ ഒരു ട്രാവൽ വ്ളോഗായി ചെയ്യുമായിരിക്കും. പക്ഷേ അതിലേക്കൊന്നും ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത് എൻ്റെ ഒരു മെയിൻ പാഷൻ ആയതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും ഇതുവരെ നോക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഇതല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് തിരിയുമായിരുന്നു. ഓക്കെ. അപ്പൊ നമ്മളോടൊപ്പം ഇരിക്കുന്നത് ഒരു ആക്ടർ മാത്രമല്ല, ചിലപ്പോൾ ഭാവിയിൽ നമ്മളോടൊപ്പം ഒന്ന് സംസാരിക്കുന്ന നല്ലൊരു റേഡിയോ ജോക്കി ആയിരിക്കാം. എല്ലാത്തിനും ഉപരി ഒരു ബെസ്റ്റ് ആക്ടർ ആയിരിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആദ്യം വിഷ് ചെയ്യുന്നത്. കാരണം ഏറ്റവും വലിയ പാഷൻ അത് തന്നെയല്ലേ? യെസ്. പാഷന്റെ പുറകെയാണല്ലോ ഇപ്പൊ ആക്ടിങ്ങിലേക്ക് എത്തിയത്. അപ്പൊ ഈ പാഷൻ ഫോളോ ചെയ്യുന്നവർക്ക് മോസ്റ്റ്ലി വീട്ടിൽ നിന്ന് കേട്ടു വരുന്ന ഒരു കോമൺ ഡയലോഗ് എന്തായിരിക്കും എപ്പോഴും, ചെറുപ്പം തൊട്ടേ ഇതിന്റെ പുറകെ വന്നു കഴിയുമ്പോ? എല്ലാ വീട്ടിലും കേൾക്കുന്ന പോലെ തന്നെ, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. എന്റെ വീട്ടിലും അതേപോലത്തെ അപ്പൊ അവർക്ക് ഒരു ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ സിനിമയിലേക്ക് പോകുന്നോണ്ടൊന്നല്ല, കരിയർ എന്തായി പോവും, സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഷുവർട്ടി ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഉണ്ടാവേണ്ട ഒരു സാധാരണ ആശങ്കകളും കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടുകാർക്കും ഉണ്ടായിരുന്നു. പിന്നെ ഓരോ സിനിമകളൊക്കെ കാണുമ്പോൾ അവർ ഹാപ്പി ആവുന്നുണ്ട്. എൻ്റെ ഓരോ പ്രൊജക്റ്റുകൾ ഇറങ്ങിയതും ഞാൻ ഇതുവരെ ചെയ്തതിലൊക്കെ അവരും ഹാപ്പിയാണ്. അപ്പോൾ ഇനിയിപ്പോ ഇങ്ങനെയാണെങ്കിലും മുമ്പോട്ട് നന്നായി പോയാൽ മതി എന്നുള്ള ആഗ്രഹം അവർക്ക്. യെസ്. അപ്പൊ ആ ഒരു ടെൻഷൻ മാറി ഇപ്പൊ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. മോൻ ഏത് പടമായിരിക്കും അടുത്തത് ചെയ്യുന്നത്, ഏത് റോളാണ്? അപ്പൊ റോളിന്റെ കാര്യം ഇതൊക്കെ സംസാരിക്കാറുണ്ടോ? ഉണ്ട്, സംസാരിക്കാറുണ്ട്. ടെൻഷനൊക്കെ അവർക്ക് ഇപ്പോഴും ഉണ്ട്. കാര്യം ഇപ്പോഴാണെങ്കിലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിലുള്ളൂ, കരിയർ തുടങ്ങിയതിലുള്ളൂ. അപ്പോൾ നന്നായി അത്യാവശ്യം നന്നായി കാണുന്നവർ ടെൻഷനും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും. പക്ഷെ ഇപ്പൊ അടുത്ത് ട്രൈ ചെയ്യാൻ വേണ്ടി അവർ ചോദിക്കാറുണ്ട്, പുതിയ സിനിമകൾ ഏതാണ്, എന്താണ് ഇനിയിപ്പോ അടുത്ത പ്ലാൻ എന്താണ്, എല്ലാം ചോദിക്കും. അപ്പൊ ഇപ്പൊ ഇത്രയും മൂവീസിലും സീരീസിലൊക്കെ അഭിനയിച്ചതിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു റോൾ ഏതായിരുന്നു കാണും? റോൾ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ അധികം 3 പ്രോജക്റ്റാണ് എൻ്റെ ഇറങ്ങിയിട്ടുള്ളത്. അതിലെനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് എപ്പോഴും എൻ്റെ ഫസ്റ്റ് സിനിമയിലത്തെ ഗോകുലൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അതെൻ്റെ ഫസ്റ്റ് മൂവിയാണ്, ഞാൻ നായകനായിട്ട് ചെയ്ത ഫസ്റ്റ് മൂവിയാണ്. പിന്നെ ഗോകുലൻ എന്ന് പറയുന്നത് എൻ്റെ അനിയന്റെ പേരാണ്. അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആണല്ലോ.
പിന്നെ എനിക്ക് ആ ക്യാരക്ടറിനോട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട്. ഞാൻ ഭയങ്കര ആസ്വദിച്ച് ചെയ്ത എൻ്റെ നാട്ടിലെ നമ്മുടെ കാസർഗോഡ് വെച്ച് തന്നെ ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. ഓക്കെ അത് എപ്പോഴും ഫേവറേറ്റ് ആണ്. ഓക്കെ. അപ്പൊ ഈ ഗോകുലിനും ഋഷികേഷിനും സിമിലാരിറ്റീസ് ഉണ്ടോ, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫറൻസ് ആണോ അല്ല, രണ്ടുപേരും? ഉണ്ട് സിമിലാരിറ്റീസ് ഒരുപാടുണ്ട്. അതിൽ ഗോകുലൻ എന്ന് പറയുന്ന കഥാപാത്രവും സിനിമ ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഒരാളാണ്. ഞാനും സിനിമ ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളാണ്. അതെ. പിന്നെ സംസാരിക്കുന്നത് ഒരേ ഭാഷയാണ്. എൻ്റെ നാട്ടിലെ അതേ സ്ലാങ് ആണ് അതിലും ഉപയോഗിച്ചിട്ടുള്ളത്. ഇച്ചിരിയും കൂടെ എളുപ്പമായിരുന്നതാണോ അല്ലേ? അതെ, എളുപ്പമായിരുന്നു. കുറെ ഗോകുലൻ എന്ന് പറയുന്നത് അതിൽ പല എന്താ പറയാ സ്വഭാവങ്ങളും എൻ്റെ ഉണ്ട്. അപ്പൊ ഗോകുൽ എന്നുള്ള ഒരു ക്യാരക്ടറിലേക്ക് വരാൻ ഇച്ചിരിയും കൂടെ ഈസി ആയിരുന്നു അല്ലെ, ഋഷികേഷ് എന്നുള്ള ഒരു കഥാപാത്രത്തിൽ നിന്ന് ഉപരി ഗോകുലിലേക്ക് എത്തിയപ്പോ അല്ലേ? അങ്ങനെയും പറയാം. അപ്പോ ഇത്രയും നേരം നമ്മള് ഋഷികേഷിനെ കുറിച്ച് സംസാരിച്ചു. ഇനി നമുക്ക് ചെറിയൊരു റാപ്പിഡ് ഫയർ ആയാലോ? ക്വിക്ക് ആൻസേഴ്സ്. ഓക്കെ. ഫേവറേറ്റ് ആക്ടർ? മോഹൻലാൽ. ഫേവറേറ്റ് ആക്ട്രസ്? ശോഭന. തിയേറ്റർ ഓർ OTT? തിയേറ്റർ. ഓക്കെ. ഇപ്പൊ ഒരു മൂവിയിൽ അഭിനയിക്കാൻ പറ്റിയിരുന്ന വെച്ചെങ്കിൽ ഏത് മൂവിയിലായിരിക്കും? അയ്യോ, കുറെ മൂവി ഉണ്ട് അങ്ങനെയാണെങ്കിൽ. എന്നാലും ഒരു ഫേവറേറ്റ്, ഇന്ന മൂവിയിൽ ഞാൻ ഉണ്ടായിരുന്ന വെച്ചെങ്കിൽ ദാറ്റ്സ് ഗോണ ചേഞ്ച് മൈ കരിയർ. അങ്ങനെയാണ് വലിയ വലിയ മൂവി. എനിക്ക് തന്മാത്രയും ഭ്രമരൊക്കെയാണ് അങ്ങനെയൊക്കെ പറയാനാണെങ്കിൽ. ഓക്കെ. അപ്പൊ അതിന്റെ അകത്ത് ഏത് ക്യാരക്ടർ ചൂസ് ചെയ്താണ്? തന്മാത്രയല്ലോ, ലാലേട്ടന്റെ രമേശ്. ഓഫ് കോഴ്സ്. പിന്നെ പക്ഷെ അതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് വേറെ കാര്യം. എന്നെ ട്രോളൊന്നും ആൾക്കാർ പാവാണ്, ആഗ്രഹമാണ്. ഞാനൊരു വിഷാണ് ചോദിച്ചത്. സോ ക്വൈറ്റ് നാച്ചുറൽ. ഓക്കെ. ഇപ്പോ ഇഫ് യു കുഡ് എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഇഫ് യു കുഡ് ഡിസ്ക്രൈബ് യുവർ ജേർണി ഇൻ വൺ വേർഡ്, അത് ഏത് വാക്കുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു കംപ്ലീറ്റ് ജേർണി? സ്ട്രഗിൾ ആയിരുന്നു അല്ലേ? പിന്നെ യെസ്, ഇപ്പോഴും സ്ട്രഗിൾ ആണ്. സിനിമ എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ എന്താ പറയാ, സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് എല്ലാവരും കയറി വന്നിട്ടുള്ളത്. ആ ഒരു സ്ട്രഗിളിൽ നിന്നൊരു അതൊരു ടൈം ഉണ്ട്. ആ ടൈം ഇപ്പൊ എല്ലാവരും പറയുന്ന പോലെ വന്നവർ ക്ലിക്ക് ആയിട്ടുള്ള രക്ഷപ്പെട്ടിട്ടുള്ള എല്ലാവരും പറയുന്ന പോലെ തന്നെയാണ്. ഒരു ടൈം ഉണ്ട്, ആ ടൈം വരും. വളരെ പെട്ടെന്ന് വരും, അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ടൈം വരാണ്ട് എവിടെ പോകാൻ അല്ലേ? യെസ്. അപ്പോ നമ്മളുടെ ഈ ഒരു ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ഒരുപാട് പാഷനേറ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആവാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. നല്ലൊരു സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്ക് നൽകാൻ പറ്റുന്ന ഒരു നല്ലൊരു മെസ്സേജ് എന്തായിരിക്കും? പണിയെടുക്കുക, നന്നായിട്ട് പണിയെടുക്കുക. പാഷൻ എന്താണോ അതിനു വേണ്ടി വർക്ക് ചെയ്യുക. ഈ പറയുന്ന പോലെ ഒപ്പോസ് ചെയ്യാനും അവരുടെ അഭിപ്രായങ്ങൾ പറയാനൊക്കെ കുറേ ആൾക്കാരുണ്ടാവും. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നമുക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്യുക. അറ്റ്ലീസ്റ്റ് നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാനെങ്കിലും പറ്റും. സോ ദാറ്റ് വാസ് എ റിയലി ഗുഡ് മെസ്സേജ്. താങ്ക് യു സോ മച്ച് ഋഷികേഷ്. അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് ഇന്റർവ്യൂസ് ഒരുമിച്ച് എടുക്കാൻ സാധിക്കട്ടെ. അപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ എന്ന നിലയിലേക്ക് വളരട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച്. സോ ദിസ് ഇസ് വൈറ്റ്സ് ഫാൻ TV. താങ്ക് യു. താങ്ക് യു.